പ്രാങ്ക് ചെയ്യാനായിട്ട് ഒരു ടാസ്ക് സാബുമം കൊടുത്തിട്ട് അത് ചളമാക്കി കൊളമാക്കി എന്ന് പറയുന്നതാവും ശരി. പ്രാങ്ക് ചെയ്യാനായിട്ട് നോറയാണ് കൊടുത്തതെങ്കിൽ നോറ അവിടെ ഒരു തരത്തിലും അവിടെ ദേഷ്യപ്പെട്ടില്ല. നോറ അവിടെ കൂളായിട്ട് നിന്ന് നോറയെ എങ്ങനെയെങ്കിലും പ്രൊവോക്ക് ആക്കുക എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രാങ്കെങ്കിൽ നോറ ഒട്ടും തന്നെ പ്രൊവോക്ക് ആയില്ല. പക്ഷേ അവിടെ ഗെയിം മൊത്തത്തിൽ ട്വിസ്റ്റായത് അപ്സരയും ഋഷിയും തമ്മിൽ ഉഗ്രം വഴക്കായി എന്നുള്ളതാണ്. അത് പ്രാങ്ക് ആണെന്ന് പറഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാനായിട്ട് ഋഷിക്ക് കഴിയുന്നേ ഇല്ല. അവിടെ സംസാരം നടന്ന സമയത്ത് അവിടേക്ക് ഋഷി കടന്നു വരികയും ഋഷിയും എല്ലാവരും കൂടിയിട്ട് വഴക്കാവുകയും ചെയ്തു. ആ സമയത്ത് അപ്സരയുടെ അടുത്ത് ഋഷി പറഞ്ഞു, നീ ഇവിടെ കിടന്ന് കൂടുതൽ കയറി അഭിനയിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ അപ്സര തിരിച്ച് ഋഷിയുടെ അടുത്ത് പറഞ്ഞു, നിനക്ക് അഭിനയിക്കറിയാത്തത് എന്റെ കുഴപ്പമില്ലല്ലോ എന്ന് അവിടെ പറഞ്ഞു. ഇത് കേട്ടതും ഋഷിക്ക് പിന്നെ അവിടെ ഞങ്ങളുടെ ഇളകിയില്ല. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയാനായിട്ട് നീ ആരാടി എന്ന് ചോദിച്ചുകൊണ്ടായി പിന്നെ ഋഷിയുടെ പ്രകടനം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അപ്സരയെ മെക്കെട്ട് കയറാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്സര പിന്നീട് വീടിന്റെ അകത്തേക്ക് കയറിയതിനിട്ട് അപ്സര പിന്നെ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ ഫുള്ള് ഋഷിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്സരയ്ക്ക് അറിയാം അതൊരു പ്രാങ്ക് ആണെന്നുള്ളത്. അത് ഋഷിയെ പ്രൊവോക്ക് ചെയ്യാനായിരുന്നില്ല. അവിടെ മൊത്തത്തിൽ സിറ്റുവേഷൻ വഷളായി പോയതാണ്. എല്ലാവരും കൂടി സംസാരിച്ച് ചളമായി കൊളമായി പോയതാണ്. പക്ഷെ ഋഷിയുടെ അടുത്ത് അത് പ്രാങ്ക് ആണെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് അപ്സര പിന്നീട് മിണ്ടുന്നില്ല. പക്ഷെ ഋഷി അവിടെ കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളെ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ 8-9 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയാനായിട്ട് ഇവളാരാണ്, ഇവളിവിടെ കിടന്ന് അഭിനയിച്ച് മെഴുകല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋഷി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സംഭവം ഭയങ്കര വഷളായപ്പോൾ സാബുമൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇതൊരു പ്രാങ്ക് ആയിരുന്നു, നോറയെ പ്രൊവോക്ക് ആക്കുക എന്നുള്ളതായിരുന്നു പ്രാങ്ക്. പക്ഷേ ഇവിടെ സംഭവം മൊത്തത്തിൽ തിരിഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നോറ പറഞ്ഞത് ഇതാണ്, എനിക്കിതിലും വലുതൊക്കെ ഉണ്ടായിട്ടും എല്ലാം കഴിഞ്ഞ് എന്റെ മനസ്സ് ഭയങ്കര കടുകെട്ടി, അതുകൊണ്ട് എനിക്കൊരൊന്നും തോന്നിയില്ല എന്നാണ് നോറ പറയുന്നത്. പക്ഷേ പ്രാങ്ക് ആണെന്ന് അറിഞ്ഞിട്ടും ഋഷി അവിടെ ദേഷ്യത്തിൽ നിന്ന് മാറിയിട്ടില്ല. ഋഷി പറയുന്നത്, പ്രാങ്ക് ആണെന്നുണ്ടെങ്കിൽ നോറയുടെ അടുത്ത് കാണിക്കില്ല, നീ എന്തിനാടി എന്റെ അടുത്ത് വന്നത്, എന്റെ അഭിനയത്തെ കുറിച്ച് പറയാനായിട്ട് നീ എന്തിനാ എന്റെ അടുത്ത് വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഋഷി ഇപ്പോഴും അവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഋഷി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് അവിടെ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. സാബു പറഞ്ഞു നോക്കി ഇതൊരു പ്രാങ്ക് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടും അവിടെ ഋഷിക്ക് അത് മനസ്സിലാവുന്നേ ഇല്ല. പ്രാങ്ക് ആണെന്നുണ്ടെങ്കിൽ അത് നോറയുടെ അടുത്ത് കാണിച്ചാൽ പോരായിരുന്നു, എന്തിനാ എന്റെ അടുത്ത് കാണിച്ചു എന്നാണ് ചോദ്യം. ഋഷി അവിടെ വന്ന് ഇടപെട്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടന്നതാണ്, അത് അവിടെ തീരേണ്ട പ്രശ്നമാണ്. പക്ഷെ അത് പേഴ്സണലി എടുത്തുകൊണ്ട് ഇപ്പൊ അപ്സരയുടെ അടുത്ത് ഭയങ്കര കലിപ്പിട്ട് ഋഷി അവിടെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ് നന്ദനയുടെ അടുത്തും. നന്ദന ഈ വീക്ക് പുറത്താവും, അതിന് വേണ്ടിയിട്ടല്ല നീ ഈ ആക്ടിങ് മുഴുവൻ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനയുടെ അടുത്ത് കിടന്ന് ചൂടാവുന്നുണ്ട്, അപ്സരയുടെ അടുത്ത് കിടന്ന് ചൂടാവുന്നുണ്ട്. ഗംഭീര ആക്ടിങ് പ്രകടനമാണ് നീ ഇവിടെ കാണിക്കുന്നത്, അല്ലാണ്ട് എന്റെ ആക്ടിങ്ങിനെ കുറിച്ച് പറയാൻ നീ ആളായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ അപ്സരയുടെ അടുത്ത് ചൂടാവുന്നത്. സംഭവം എന്തായാലും സീരിയസ് ആയിട്ടുണ്ട്.